ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ ഈസി ആയിട്ട് 4 മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഈ ഓരോ പ്ലാൻ ഗ്രോത്ത് ഹോർമോണും എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് ചോദിച്ചിട്ട്, എന്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് ചിലർക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് ചെറിയൊരു സ്റ്റോറിയിലൂടെ ഓർത്തെടുത്താലോ? സിമ്പിളാണ്. നമുക്കറിയാം, നമുക്ക് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ടേഴ്സും ഉണ്ട്, ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. 3 പ്രൊമോട്ടേഴ്സ് ആണുള്ളത്. നമുക്ക് സൈറ്റോകൈനിൻ, ഓക്സിൻ ആൻഡ് ജിബ്രലിൻ. ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മുടെ അബ്സിസിക് ആസിഡും എഥിലീനും, അല്ലേ? അപ്പോൾ ഇവർ ഓരോന്നും എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് ഇപ്പോൾ എഥിലീനൊക്കെ ഗ്യാഷ്യസ് ആണ്, നമുക്കത് ഈസി ആയിട്ട് ഓർത്തിരിക്കാം. പക്ഷേ ബാക്കിയുള്ളത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കാണുമ്പോൾ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു സ്റ്റോറിയിലൂടെ നമുക്കതൊന്ന് ഓർത്തിരുന്നാലോ, എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, വെരി സിമ്പിൾ. ആദ്യമായിട്ട് നമ്മളിവിടെ ആലോചിക്കാൻ പോവാണ്. അതായത് നിങ്ങളുടെ ഇമാജിനേഷനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ മക്കളെ, ഇമാജിൻ ചെയ്യുക. സോ നിങ്ങൾക്ക് പൂരിയും ബജിയും കഴിക്കണമെന്ന് ആഗ്രഹം, പൂരിയും പൊട്ടറ്റോ ബജിയും. അപ്പോൾ നിങ്ങൾക്ക് പൂരിയും പൊട്ടറ്റോ ബജിയും കഴിക്കണം. അത് കഴിക്കാനായിട്ട് നിങ്ങൾ ആരോട് പോയി പറയും? അമ്മയോട് പോയി പറയും, അമ്മ എനിക്ക് പൂരിയും ബജിയും കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അമ്മ പറയും, നിനക്ക് എക്സാം ഒക്കെ വരികയാണ്, ഇപ്പോൾ അത് കഴിച്ചാൽ വയറുവേദന വരും, അതുകൊണ്ട് വേണ്ടാന്ന് പറയും. നിങ്ങൾ വാശി പിടിക്കുമ്പോൾ അമ്മ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് നല്ല അടി തരും. പൂരിയും ബജിയും കഴിക്കണം അമ്മയോട് പോയി പറഞ്ഞു, അമ്മ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് നല്ല അടി തന്നു. ഓക്കെ, ആ വിഷമത്തിൽ നിങ്ങൾ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? സൈക്കിൾ എടുത്ത് ചവിട്ടി നിങ്ങൾ പറയും, അടുത്ത വീടിനടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പോകും. അങ്ങനെ നിങ്ങൾ ചായക്കടയിൽ എത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് അവിടെ ടി വിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കണ്ട് നിങ്ങൾ വീട്ടിൽ വരുമ്പം അമ്മ ദേഷ്യത്തിൽ നിൽക്കുകയാണല്ലോ. അമ്മ നിങ്ങളോട് പറയും, പോയിരുന്ന് പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ നേരെ ടെറസിൽ പോയിരുന്നിട്ട് എന്ത് പഠിക്കും? GIB എക്സാമിന് വേണ്ടി പഠിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ നിങ്ങളിങ്ങനെ കുറേ വഴക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമായി. അപ്പോൾ നിങ്ങളുടെ അപ്പ വേഗം വീട്ടിലേക്ക് വന്നു. അപ്പോൾ നിങ്ങളുടെ ഫാദറിനെ അപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പ വീട്ടിലേക്ക് വന്നു. ഓക്കെ, അപ്പ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, നമുക്കൊന്ന് കാറിലൊന്ന് കറങ്ങിയിട്ട് വരാം, നീ വിഷമിക്കണ്ടെന്ന് പറയും. അങ്ങനെ കാറിൽ കറങ്ങാൻ പോയിട്ട് നിങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചായക്കടലൊക്കെ പോയി ഫുഡ് കഴിച്ചാലേ നിങ്ങൾക്ക് ഭയങ്കര ഗ്യാസ് ട്രബിൾ വരും. അങ്ങനെ ഗ്യാസ് വരുമ്പോഴേക്ക് നിങ്ങൾ ഓടി വീട്ടിലേക്ക് തിരിച്ച് എത്തും. എന്നിട്ട് അമ്മയോട് പറയും, അമ്മേ ഞാൻ എത്തി എന്ന് പറയും. ഇതാണ് നമ്മുടെ സ്റ്റോറി. സിമ്പിൾ സ്റ്റോറിയാണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുക? നമ്മൾക്ക് പൂരി കഴിക്കാൻ തോന്നി, പ്യൂറിൻ, അല്ലേ? അപ്പോൾ നമ്മൾ എഴുതി വെക്കാൻ പോവാണ്. പൂരി കഴിക്കാൻ തോന്നി, പ്യൂറിൻ ഡെറിവേറ്റീവാണ് N6 ഫുർഫുറൈൽ അമിനോ പ്യൂറിൻ, അല്ലേ? ആണ് കൈനെറ്റിൻ വിച്ച് ഇസ് ഓൾസോ ആൻ അഡിനിൻ. അപ്പോൾ കൈയിൻ്റെ കൈനെറ്റിൻ, അഡിനിൻ്റെ അഡി. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്ത് തരുന്നു? സൈറ്റോകൈനിൻ, സൈക്കിളിൻ്റെ സൈറ്റോകൈനിൻ. ഓക്കെ, യെസ്. അപ്പോൾ പ്യൂരിൻ, കൈനറ്റിൻ, അഡിനിൻ, സൈറ്റോകൈനിൻ. പൂരി, കൈവച്ച് അടി, സൈക്കിൾ. അത് കഴിഞ്ഞല്ലോ. പിന്നെ ഇന്ത്യ, നമ്മളുടെ ഇൻഡോൾ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ്റെ ഓക്സിൻ. ഓക്കെ, ഓക്സിൻ ഇൻഡോൾ ഡെറിവേറ്റീവ്, അത് നമ്മൾ ഓർത്തു. പിന്നെ നമ്മൾ നേരെ ടെറസിലേക്ക് പോകുന്നത് ടെർപ്പീൻ ഡെറിവേറ്റീവാണ് നമ്മുടെ GIB അല്ല, ജിബറലിക് ആസിഡ്. ഇസിൻ്റെ. ഓക്കെ, അപ്പോൾ ഫാദറെ നിങ്ങൾ അപ്പ എന്നാണ് വിളിക്കുന്നത്. അബ്ബ, അതായത് നമ്മുടെ അബ്സിസിക് ആസിഡ് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുത്തുകളെ? യെസ്, ഓർത്തെ, വേഗം പറഞ്ഞേ. അബ്സിസിക് ആസിഡ്, ഫോർ കാരോട്ടിനോയിഡ് ഡെറിവേറ്റീവ്. പിന്നെ നിങ്ങൾക്ക് ഗ്യാസ് വരുന്നു. ഒരേ ഒരു ഗ്യാഷ്യസ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്ററേ ഉള്ളൂ, നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയ എഥിലീൻ. ഓർത്തിരിക്കോ? സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെറിയൊരു സ്റ്റോറി ലൈൻ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും ഇത് മറക്കില്ല. അപ്പോൾ നമുക്ക് അതിനെ ബേസിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? മാച്ച് ദ കോളംസ് 1 and 2 ഇൻഡോൾ കോമ്പൗണ്ട്സ്. ഇവിടെ ഇൻഡോൾ ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾ പഠിച്ചത് ആരാണെടാ? യെസ്, ഇൻഡോൾ അസിറ്റിക് ആസിഡ് ആയിട്ടുള്ള നമ്മളുടെ ഓക്സിൻ. അഡിനീൻ ഡെറിവേറ്റീവ്, അഡിനീൻ കൈവച്ച് അടി, അപ്പോൾ സൈറ്റോകൈനിൻ, അല്ലേ? അപ്പോൾ സൈറ്റോകൈനിൻ N6 ഫുർഫുറൈൽ അമിനോ പ്യൂറിൻ ആണ് കൈനറ്റിൻ്റെ മറ്റൊരു പേരാണത്. ഇസ്ന്റ് ഇറ്റ്? യെസ്. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് കാരോട്ടിനോയിഡ്സ് ആരാണ്? നമ്മൾ കാറിൽ പോയില്ലേ അപ്പയുടെ കൂടെ അബ്സിസിക് ആസിഡ്. ആൻഡ് ടെർപ്പീൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ് ജിബ്രലിക് ആസിഡ്. അപ്പം AP ആണ് ആൻഡ് BR ആണ്. AP BR ആയിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണത്. ബാക്കിയുള്ളതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് CQ ആണ്. AP BR CQ ആയിട്ടുള്ളത് നമ്മളുടെ ഓപ്ഷൻ 3 ആണ്. ആൻഡ് D is S ൻ്റെ ടെർപ്പീൻസ് ജിബ്രലിക് ആസിഡ്. അപ്പം ഓപ്ഷൻ 3 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ ഇങ്ങനെയുള്ള ചെറിയ സ്റ്റോറീസ് ഓർത്തിരിക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ബൈ.